തിരികെ വാർത്തകളിലേക്ക്. GST നികുതി ഏകീകരണത്തിൽ സംയുക്ത പ്രസ്താവനയുമായി പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ. BJP ഇതര ധനമന്ത്രിമാരുടെ യോഗത്തിലാണ് സംയുക്ത പ്രസ്താവന ഇറക്കിയത്. GST നടപ്പിലാക്കിയതോടെ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറഞ്ഞുവെന്നും സംസ്ഥാനങ്ങളുടെ വരുമാനം കുറഞ്ഞത് നികത്താൻ ഇടപെടൽ വേണമെന്നുള്ളതാണ് സംസ്ഥാനങ്ങളുടെ ആവശ്യം. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അർജുൻ, ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണിത്. ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെ ഈ നിലപാട് സ്വീകരിച്ചുവോ? പക്ഷേ ഈ GST പരിഷ്കരണം കൂടി വരുന്ന സമയത്ത് ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ GST ഇനത്തിൽ 20% കുറവ് വീണ്ടും ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ സംസ്ഥാനങ്ങൾക്കെല്ലാം ഉണ്ട്. മാത്രമല്ല, ഇപ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന GST പരിഷ്കരണം, ഏകീകരണം, അതുമായി ബന്ധപ്പെട്ടാണ് BJP ഇതര, അതായത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തത്. കേരളവും തമിഴ്നാടും കർണാടകവും ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങൾ പങ്കെടുത്തിരുന്നു. ഇതിലാണ് 2-3 പ്രധാന കാര്യങ്ങൾ ഒരു സംയുക്ത പ്രസ്താവനയിലൂടെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്, വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്ന്, സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം സംരക്ഷിക്കണം എന്നുള്ള കാര്യമാണ്. അതായത് നഷ്ടപരിഹാരം ലഭിക്കണം. അടുത്ത 5 വർഷത്തേക്കെങ്കിലും ഈ നഷ്ടപരിഹാരം കേന്ദ്രം നൽകണമെന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. ഉപഭോക്താവിന് ഗുണം ലഭിക്കണം. അതായത് പലപ്പോഴും GSTയിൽ വ്യത്യാസം വരുത്തുമ്പോൾ GST കുറയുന്ന സമയത്ത് ആ കുറവ് വിലയിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉപഭോക്താവിന് ഗുണം ലഭിക്കാതെ കമ്പനികൾക്ക് മാത്രം ഗുണം ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. മുൻപും സമാനമായിട്ടുള്ള പഠനങ്ങൾ നടത്തി അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മന്ത്രിമാർ ചൂണ്ടിക്കാച്ചത്. ഇത് ഉണ്ടാകാത്ത രീതിയിൽ താഴെത്തട്ടിലുള്ളവർക്ക്, സാധാരണക്കാർക്ക് ഗുണം ലഭിക്കുന്ന തരത്തിലായിരിക്കണം ഈ പരിഷ്കരണം വരുമ്പോൾ അത് സംഭവിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ ലോട്ടറി ആഡംബര ഇനത്തിൽപ്പെടുത്തി അതിന്റെ നികുതി വർദ്ധിപ്പിക്കുന്നതടക്കം, അതായത് കേരളം ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളിലടക്കം ഒരു ചർച്ച വേണം. അതിലും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു ഈ യോഗത്തിൽ. എന്നാലും സെപ്റ്റംബർ 3-4 തീയതികളിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു യോഗം കൂടി ഉണ്ടാകും. അതിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഈ BJP ഇതര സംസ്ഥാനത്തെ ധനമന്ത്രിമാർ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്.